ബൈബിൾ തത്വങ്ങൾ നമുക്ക് പ്രയോജനം ചെയ്യുന്നതെങ്ങനെ? നമുക്ക് മാർഗനിർദ്ദേശം ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? സൃഷ്ടാവ് നമ്മളെക്കാൾ ജ്ഞാനിയാണ്. സ്നേഹനിധിയായ ഒരു അപ്പനെപ്പോലെ ദൈവം നമ്മളെക്കുറിച്ച് ചിന്തയുള്ളവനാണ്. നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു കൊച്ചുകുട്ടിക്ക് മാതാപിതാക്കളുടെ മാർഗനിർദ്ദേശം ആവശ്യമായിരിക്കുന്നതുപോലെ നമുക്കെല്ലാം ദൈവത്തിന്റെ വഴിനടത്തിപ്പ് ആവശ്യമാണ്. നമുക്കാവശ്യമായ മാർഗനിർദ്ദേശം ബൈബിൾ തത്വങ്ങളിലൂടെ കിട്ടുന്നു. അവയാകട്ടെ ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണ്. 2 തിമോഥെയോസ് 3:16 ഇങ്ങനെ വായിക്കുന്നു: തിരുവെഴുത്തുകൾ മുഴുവൻ ദൈവപ്രചോദിതമായി എഴുതിയതാണ്. അവ പഠിപ്പിക്കാനും ശാസിക്കാനും കാര്യങ്ങൾ നേരെയാക്കാനും നീതിയിൽ ശിക്ഷണം നൽകാനും ഉപകരിക്കുന്നു. ഇപ്പോൾ തന്നെ ഏറ്റവും നല്ലൊരു ജീവിതം എങ്ങനെ നയിക്കാമെന്ന് യഹോവയുടെ നിയമങ്ങളും തത്വങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. കൂടാതെ ഭാവിയിൽ നിലനിൽക്കുന്ന പ്രതിഫലം എങ്ങനെ നേടാനാകുമെന്നും അത് കാണിച്ചു തരുന്നു. ദൈവം നമ്മുടെ സൃഷ്ടാവായതിനാൽ നമ്മൾ ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 19:7 ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ നിയമം ന്യൂനതയില്ലാത്തത്, അത് നവചൈതന്യം പകരുന്നു. യഹോവയുടെ ഓർമ്മിപ്പിക്കലുകൾ ആശ്രയയോഗ്യം, അത് അനുഭവപരിചയമില്ലാത്തയാളെ ബുദ്ധിമാനാക്കുന്നു. 11 വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവയാൽ അങ്ങയുടെ ദാസന് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു, അവ പാലിച്ചാൽ വലിയ പ്രതിഫലമുണ്ട്. വെളിപാട് 4:11 ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ ദൈവമായ യഹോവേ, മഹത്വവും ബഹുമാനവും ശക്തിയും ലഭിക്കാൻ അങ്ങ് യോഗ്യനാണ്. കാരണം അങ്ങാണ് എല്ലാം സൃഷ്ടിച്ചത്, അങ്ങയുടെ ഇഷ്ടപ്രകാരമാണ് എല്ലാം ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും. എന്താണ് ബൈബിളിലെ തത്വങ്ങൾ? ബൈബിൾ തത്വങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന സത്യങ്ങളാണ്. നിയമങ്ങളാകട്ടെ ചില പ്രത്യേക സാഹചര്യങ്ങളെ മനസ്സിൽ കണ്ട് തയ്യാറാക്കുന്നവയായിരിക്കും. ഒരു തത്വം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ ബാധകമാകുന്നെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചിന്താശേഷി ഉപയോഗിക്കണം. ഉദാഹരണത്തിന്, ജീവൻ ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ തത്വത്തിന് ജോലിസ്ഥലത്തും വീട്ടിലും യാത്രക്കിടയിലുമൊക്കെ നമുക്ക് വഴികാട്ടിയായിരിക്കാൻ കഴിയും. സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. പ്രവൃത്തികൾ 17:28 ഇങ്ങനെ വായിക്കുന്നു: ദൈവം കാരണമാണല്ലോ നമ്മൾ ജീവിക്കുകയും ചലിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത്. നമ്മളും അവന്റെ മക്കളാണ് എന്നു നിങ്ങളുടെ കവികളിൽ ചിലരും പറഞ്ഞിട്ടില്ലേ? ഏറ്റവും മുഖ്യമായ 2 തത്വങ്ങൾ ഏവയാണ്? സുപ്രധാനമായ 2 തത്വങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞു. ആദ്യത്തേത് മനുഷ്യജീവിതത്തിന്റെ മുഖ്യമായ ഉദ്ദേശത്തെ തന്നെ വെളിപ്പെടുത്തുന്നതാണ്. ദൈവത്തെ അറിയുക, സ്നേഹിക്കുക, വിശ്വസ്തമായി സേവിക്കുക എന്നതാണത്. ഓരോ തീരുമാനമെടുക്കുമ്പോഴും ആദ്യത്തെ ഈ തത്വം നമ്മൾ പരിഗണിക്കണം. ഈ തത്വമനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവവുമായുള്ള ഒരു സ്നേഹബന്ധവും യഥാർത്ഥ സന്തോഷവും നിത്യജീവനും നേടാനാകും. മത്തായി 22:36-38 വരെ ഇങ്ങനെ വായിക്കുന്നു: ഗുരുവേ, നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്ന് ചോദിച്ചു. യേശു അയാളോട് പറഞ്ഞു: നിന്റെ ദൈവമായ യഹോവയെ നീ നിന്റെ മുഴുഹൃദയത്തോടും നിന്റെ മുഴുദേഹിയോടും നിന്റെ മുഴുമനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തെ തത്വം മറ്റുള്ളവരുമായി സമാധാന ബന്ധത്തിലായിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ദൈവം ആളുകളോട് ഇടപെടുന്ന രീതി അനുകരിച്ചുകൊണ്ട് ഈ തത്വം നമുക്ക് പ്രാവർത്തികമാക്കാനാകും. മത്തായി 7:12 ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്കും ചെയ്തു കൊടുക്കണം. വാസ്തവത്തിൽ നിയമത്തിന്റെയും പ്രവാചകവചനങ്ങളുടെയും സാരം ഇതാണ്. മത്തായി 22:39-40 ഇങ്ങനെ വായിക്കുന്നു: ഇതുപോലുള്ളതാണ് രണ്ടാമത്തേതും, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. മുഴുനിയമവും പ്രവാചകവചനങ്ങളും ഈ 2 കൽപ്പനകളിൽ അധിഷ്ഠിതമാണ്. ബൈബിൾ തത്വങ്ങൾ നമുക്ക് പ്രയോജനം ചെയ്യുന്നതെങ്ങനെ? സ്നേഹം കാണിച്ചുകൊണ്ട് എങ്ങനെ ഐക്യത്തിലായിരിക്കാമെന്ന് ബൈബിൾ തത്വങ്ങൾ കുടുംബാംഗങ്ങളെ പഠിപ്പിക്കുന്നു.
കുടുംബങ്ങൾക്ക് സംരക്ഷണം തരുന്ന മറ്റൊരു തത്വവും ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. വിവാഹം നിലനിൽക്കുന്ന ഒരു ബന്ധമായിരിക്കണമെന്നതാണ് അത്. ഉൽപ്പത്തി 2:24 ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ രണ്ടുപേരും ഒരു ശരീരമായി തീരും. ബൈബിൾ തത്വങ്ങൾ അനുസരിക്കുന്നത് വൈകാരികമായും അതുപോലെ നമ്മുടെ അനുദിന ജീവിത കാര്യാദികളിലും പ്രയോജനം ചെയ്യുന്നു. ഉദാഹരണത്തിന്, സത്യസന്ധരും ഉത്സാഹത്തോടെ കഠിനാധ്വാനം ചെയ്യുന്നവരുമായിരിക്കാൻ ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ തത്വങ്ങൾക്ക് ചേർച്ചയിൽ ജീവിക്കുന്നവരെ ജോലിക്ക് നിയമിക്കാനാണ് തൊഴിലുടമകൾ സാധാരണഗതിയിൽ ഏറെ ഇഷ്ടപ്പെടുന്നത്. അത്യാവശ്യങ്ങൾ നടന്നു പോകുന്നെങ്കിൽ അതിൽ തൃപ്തരായിരിക്കാനും വസ്തുവകകളേക്കാൾ ദൈവവുമായുള്ള സ്നേഹബന്ധത്തിന് മൂല്യം കൽപ്പിക്കാനും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. മത്തായി 6:24-25 ഇങ്ങനെ വായിക്കുന്നു: 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. ഒന്നുകിൽ അയാൾ ഒന്നാമനെ വെറുത്ത് മറ്റേ യജമാനനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒന്നാമനോട് പറ്റിനിന്ന് മറ്റേ യജമാനനെ നിന്ദിക്കും. നിങ്ങൾക്ക് ഒരേ സമയം ദൈവത്തെയും ധനത്തെയും സേവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്തു കുടിക്കും എന്നൊക്കെ ഓർത്ത് നിങ്ങളുടെ ജീവനെക്കുറിച്ചും എന്തുടുക്കും എന്നോർത്ത് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും ഇനി ഉത്കണ്ഠപ്പെടരുത്. ജീവനെന്നാൽ ആഹാരവും ശരീരമെന്നാൽ വസ്ത്രവും മാത്രമല്ലല്ലോ. 33 വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ദൈവരാജ്യത്തിനും ദൈവനീതിക്കും എപ്പോഴും 1 സ്ഥാനം കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ മറ്റെല്ലാം നിങ്ങൾക്ക് കിട്ടും. 1 തിമോഥെയോസ് 6:8-10 വരെ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഉണ്ണാനും ഉടുക്കാനുമുണ്ടെങ്കിൽ നമുക്ക് തൃപ്തരായിരിക്കാം. എന്നാൽ ധനികരാകാൻ തീരുമാനിച്ചുറയ്ക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും വീഴുകയും ആളുകളെ തകർച്ചയിലേക്കും നാശത്തിലേക്കും വീഴിക്കുന്ന ബുദ്ധിശൂന്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരകളായി തീരുകയും ചെയ്യുന്നു. പണസ്നേഹം എല്ലാത്തരം ദോഷങ്ങളുടെയും ഒരടിസ്ഥാന കാരണമാണ്. ഈ സ്നേഹത്തിന് വഴിപ്പെട്ടിട്ട് ചിലർ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റി പല പല വേദനകളാൽ തങ്ങളെ ആസകലം കുത്തിമുറിപ്പെടുത്താനിടയായിരിക്കുന്നു. ബൈബിൾ തത്വങ്ങൾ അനുസരിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും സാധിക്കുന്നു. കുടിച്ചു മത്തരാകുന്നതിനെതിരെയുള്ള ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നത് മാരക രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. മദ്യം കുടിക്കുന്നതിന് യഹോവ അനുമതി നൽകുന്നുണ്ട്, പക്ഷേ മിതമായ അളവിലായിരിക്കണമെന്ന് മാത്രം. നമ്മുടെ പ്രവർത്തനങ്ങളിലും ചിന്തയുടെ കാര്യത്തിൽ പോലും ജാഗ്രത പാലിക്കാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ദൈവിക തത്വങ്ങൾ നമുക്ക് പ്രയോജനം ചെയ്യുന്നു. പക്ഷേ സ്വന്തം പ്രയോജനത്തിനു വേണ്ടി മാത്രമല്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ നിലവാരങ്ങളോട് പറ്റി നിൽക്കുന്നത്. യഹോവയ്ക്ക് മഹത്വം കരയറ്റുക എന്നതാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. മത്തായി 5:14-16 വരെ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. മലമുകളിലുള്ള ഒരു നഗരം മറഞ്ഞിരിക്കില്ല. വിളക്കു കത്തിച്ച് ആരും കൊട്ടകൊണ്ട് മൂടിവെക്കാറില്ല. പകരം വിളക്കുതണ്ടിലാണ് വെക്കുക. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വെളിച്ചം കിട്ടും. അതുപോലെ നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ അവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തും.